സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയമാണ് മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം. എറണാകുളം ചെറായി ബീച്ചിലെ മുനമ്പത്തെ 404 ഏക്കറോളം വരുന്ന ഭൂമിയുടെ അവകാശത്തെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കമാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് വരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നതിന് മതിയായ തെളിവുകളുണ്ട്, ആധാരമുണ്ട് എന്ന് വഖഫ് സംരക്ഷണ സമിതി ഉൾപ്പെടെ വ്യക്തമാക്കുമ്പോൾ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന നിലപാടാണ് മറുഭാഗത്തുള്ളത്. മുനമ്പം വഖഫ് പ്രശ്നം ആദ്യമായി വെളിച്ചത്ത് കൊണ്ടുവരുന്നത് നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ NK അബ്ദുൽ അസീസാണ്. NK അബ്ദുൽ അസീസാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. മുനമ്പം സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താം. അസീസ്ക, വളരെ ചൂടേറിയ ചർച്ചാ വിഷയമാണ് മുനമ്പം. യഥാർത്ഥത്തിൽ ഈ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തെ പൊതുജന സമൂഹത്തിലേക്ക്, പൊതുജന മധ്യത്തിലേക്ക് ആദ്യമായിട്ട് ഇത് വഖഫ് ഭൂമി, വൻ വഖഫ് കൊള്ള മുനമ്പത്ത് നടക്കുന്നു എന്ന് ആദ്യമായിട്ട് പറയുന്നത് താങ്കളാണ്. എങ്ങനെയാണ് താങ്കളുടെ ഒരു സവിശേഷ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും അത് ഏതാണ്ട് 2.5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വ്യാപകമായി വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ ബോധപൂർവമായ കൊള്ളയ്ക്ക് വിധേയമാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ചില കേസ് വിധികളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ആ സമയത്താണ് കേരളത്തിൽ അന്യാധീനപ്പെട്ടു പോയ വഖഫ് ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ചെറുവിഭാഗം ആളുകൾ വളരെ ശ്രമഫലമായി, അവരുടെ ചെറുവിഭാഗങ്ങളുടെ ശ്രമഫലമായി പല കേസുകളും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും വളരെ വിലയേറിയ, ഏറ്റവും കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ചെറായി ബീച്ച്. ഒരു ടൂറിസം പ്രാധാന്യമുള്ള സ്ഥലമാണ്. ആ ചെറായി ബീച്ചിൽ 404.76 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വിലയേറിയ പ്രോപ്പർട്ടിയാണ്. അത് വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്നും കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ടതാണ് എന്നുമൊക്കെ ഈ അന്വേഷണത്തിനിടയിലാണ് ഞങ്ങൾക്ക് കണ്ടെത്തുന്നത്. ഇവിടെ ഇപ്പം 2 തർക്കങ്ങളാണ് ഉള്ളതല്ലോ. ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന തർക്കമാണ്. മറ്റൊന്ന്, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് സാധാരണ പോലെയുള്ള ഭൂമിയാണ്, അത് വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുകയാണ്. ആ 2 തർക്കങ്ങളാണല്ലോ നിലനിൽക്കുന്നത്. വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായിട്ട് രേഖകൾ സഹിതം തെളിയിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും വഖഫ് ഭൂമിയാണ് എന്ന് തെളിയിക്കേണ്ടത് ഏതെങ്കിലും വിവാദത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ പ്രസ്താവനയുടെയോ അടിസ്ഥാനത്തിലല്ലല്ലോ. വഖഫ് ഭൂമിയാണ് എന്ന് തെളിയിക്കേണ്ടത് ആധാരത്തിൻ്റെ, രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ രജിസ്റ്റർ ഓഫീസുകളിൽ വിവിധ തരത്തിലുള്ള ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ദാനാധാരം, തീരാധാരം, വഖഫാധാരം തുടങ്ങി വിവിധ തരത്തിലുള്ള ആധാരങ്ങൾ. ആ ആധാരങ്ങളിലൊക്കെ ടൈറ്റിൽ എന്താണോ അതാണ് ആ ആധാരം വഖഫാണോ, ദാനമാണോ, തീരാണോ എന്ന് തെളിയിക്കുന്നത്. ഇപ്പോൾ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആധാരം 1950 പറവൂർ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആധാരത്തിനകത്ത് കൃത്യമായി വഖഫ് ആധാരം എന്ന് വ്യക്തമായി പറയുന്നു. മാത്രമല്ല ആ ആധാരം ആരംഭിക്കുന്നത് തന്നെ ബിസ്മിയുടെ മലയാളാർത്ഥം സൂചിപ്പിച്ചുകൊണ്ടാണ്. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെയാണ് ആ ആധാരം തുടങ്ങുന്നത്. ആ വാചകം അവസാനിക്കുന്നത്, ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഈ ഫാറൂഖ് കോളേജിൻ്റെ അന്നത്തെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഉണ്ണിക്കമ്മു സാഹിബ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി എഴുതിക്കൊടുത്ത വഖഫ് ആധാരം. എഴുതിക്കൊടുക്കുന്നത് കൊച്ചിയിലെ ബംബ്ലാശ്ശേരി താലൂക്കിലെ ഒരു ബംഗ്ലാവിൽ താമസിക്കുന്ന സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരു ആളാണ്. അദ്ദേഹം അത് കൃത്യമായി ഇത് എഴുതി കൊടുക്കുന്നു എന്ന കാര്യം, അതിനകത്ത് വഖഫാധാരമായി എഴുതി കൊടുക്കുന്നു എന്ന കാര്യം ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഈ ആധാരത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും അത് പറയുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വഖഫ് അല്ല എന്ന് പറയുന്നതും വഖഫാണ് എന്ന് പറയുന്നതും എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ആധാരം, രണ്ടാമത്തത് 1960 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദവുമായി ബന്ധപ്പെട്ട് പറവൂർ സബ് കോടതിയിൽ നൽകപ്പെട്ട ഒരു കേസിൽ പറവൂർ സബ് കോടതിയുടെ വിധി ഇത് വഖഫാണ് എന്ന് തന്നെയാണ്. ഈ വിധിക്കെതിരായി അപ്പീൽ പോയത് കേരള ഹൈക്കോടതിയിലാണ്. കേരള ഹൈക്കോടതിയിൽ 1975 അന്തിമ വിധി വന്നതും ഇത് വഖഫാണ് എന്നാണ്. ഈ രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ടാണല്ലോ ഏതൊരു കോടതിയും ഇത്തരം കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്.
തീർപ്പുകളെല്ലാം ഇത് വഖഫാണ് എന്ന് തന്നെയാണ്. പിന്നെ എവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്? ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാടിലേക്ക് ചിലർക്കെങ്കിലും എത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈ ആധാരത്തിനകത്ത് എന്തെങ്കിലും പഴുതുകൾ അതിനതൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ചില പഴുതുകൾ, ചില പ്രയോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് വഖഫല്ല എന്നവർ പറയുന്നത്. വഖഫല്ല എന്ന് പറയാൻ ആ പ്രയോഗങ്ങളൊന്നും പക്ഷേ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ ഫാറൂഖ് കോളേജിന് ഈ ഭൂമി ആവശ്യമില്ലാത്ത ഒരു ഘട്ടം വന്നാൽ സിദ്ദീഖ് സേട്ടിൻ്റെ പിന്മുറക്കാരായ ആളുകൾക്ക് ഇത് തിരികെ ചോദിക്കാൻ അവകാശമുണ്ട് എന്നതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ വഖഫിൽ എഴുതി വെക്കാൻ പാടില്ല എന്നാണ് മറുവാദമുയർത്തുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ വഖഫിൻ്റെ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ആധാരം പരിശോധിക്കുന്ന നിയമപരിജ്ഞാനമുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വഖഫ് ആധാരം എന്ന് ടൈറ്റിൽ ഡീഡ് ഉണ്ടെങ്കിൽ, തലക്കെട്ടതാണെങ്കിൽ വഖഫിനെ ദുർബലപ്പെടുത്തുന്ന താഴത്തോട്ട് വരുന്ന ഒരു വാദങ്ങളും നിലനിൽക്കില്ല, ഒരു വാദവും നിയമപരമായി നിലനിൽക്കില്ല എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ വഖഫ് ആധാരം എന്നാൽ അത് വഖഫ് ചെയ്തു എന്ന് വാഖഫിൻ്റെ ഇൻറ്റൻഷനാണ്. വാഖഫിൻ്റെ ഇൻറ്റൻഷന് വിരുദ്ധമായി വരുന്ന ഒരു വാചകവും നിലനിൽക്കില്ല. ആ വാചകങ്ങൾ എഴുതി ചേർത്തത് ആധാരം എഴുത്തുകാരായ പ്രൊഫഷണൽസ് ആയിരിക്കും. സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകൾ കാലാകാലമായി പ്രയോഗിച്ചു വരുന്ന ചില ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതി ചേർക്കുന്നത്, അത് വിൽപ്പനയ്ക്ക് അധികാരമുണ്ട് എന്നൊക്കെ അതിനകത്ത് ഒരുപക്ഷെ പറയുന്നുണ്ടാകും. അതൊന്നും പക്ഷേ വാഖഫിൻ്റെ ഇൻറ്റൻഷൻ ഇതാണെങ്കിൽ നിലനിൽക്കില്ല നിയമപരമായി എന്നതാണ് അതിൻ്റെ കാര്യം. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നത്, ഇപ്പം ഫാറൂഖ് കോളേജിനാണല്ലോ ഈ വഖഫ് ഭൂമി ലഭിച്ചിരിക്കുന്നത്. ഫാറൂഖ് കോളേജ് ആ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നു. ഈ ഒരു വഖഫ് ആധാരമുള്ള ഭൂമി എങ്ങനെയാണ് ഒരു ക്രയവിക്രയം നടത്താൻ സാധിക്കുന്നത്? ഒരു കാരണവശാലും പാടില്ല. വഖഫ് ആധാരം ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്ന് നിലവിലുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ് വഖഫുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം. ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടാൽ എല്ലാ കാലത്തും അത് വഖഫാണ്. അത് പിന്നീട് ഉടമസ്ഥരിലേക്ക് തിരിച്ചു വരാൻ ഉള്ള ഒരു നിയമപരമായ സാധ്യതയും അങ്ങനെ വന്നാൽ സാധുതയും ഇല്ല. മാത്രമല്ല, ഫാറൂഖ് കോളേജിന് ഈ ഭൂമി കിട്ടുന്നത് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന മുതലാളിമാരുടെ കാലത്തല്ലല്ലോ. ഫാറൂഖ് കോളേജിന് ഭൂമി കൈവശം വരുന്നത് 1948 ഫാറൂഖ് കോളേജ് രൂപീകരിക്കുന്ന കാലത്തെ അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാറൂഖ് കോളേജിൻ്റെ സ്ഥാപകരായിരുന്ന ആളുകൾ അവരുദ്ദേശിച്ചത് കോഴിക്കോട്ട് ഒരു കോളേജ് എന്നതായിരുന്നില്ല, മറിച്ച് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം സർവകലാശാല, കലാലയം ഉണ്ടാകണം എന്നതാണ്. ആ കലാലയം ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അങ്ങനെ വാങ്ങുന്നത്. ഫാറൂഖ് കോളേജിന് ഭൂമി വാങ്ങിയത് ഭൂമിയുടെ ആവശ്യത്തിന് മാത്രമല്ല, അന്നൊരു കോളേജ് രൂപീകരിക്കണമെങ്കിൽ, സ്ഥാപിക്കണമെങ്കിൽ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ മലബാർ. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന മലബാറിൽ മദ്രാസിലെ നിയമപ്രകാരം 5 ലക്ഷം രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോളേജിന് അനുവാദം കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു കോളേജിന് അനുവാദം കിട്ടാൻ 5 ലക്ഷം ഉറുപ്പിക 1948-49 കാലത്തെ 5 ലക്ഷം ഉറുപ്പിക എന്ന് പറയുന്നത് അക്കാലത്ത് ആളുകൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതായിരുന്നില്ല. ഇത് സ്വരൂപിക്കുന്നതിന് മലബാറിലെ മുതലാളിമാരായ വാണിജ്യ പ്രമുഖരായ ആളുകളെ അതിൻ്റെ സംഘാടകന്മാർ സമീപിച്ചു. അങ്ങനെ സമീപിച്ചപ്പോൾ അവർ നിർലോഭമായ സഹായമാണ് കൊടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ മലബാർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഒറ്റ കാർ മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. ആ കാറ് ഫാറൂഖ് കോളേജിന് സംഭാവന ചെയ്തു. ആ കാർ വിറ്റതിൻ്റെ പണം ഇതിനാണ് ഉപയോഗപ്പെടുത്തിയത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങാൻ. മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതാവായിരുന്ന KM സീതി സാഹിബ് 3 ഏക്കർ ഭൂമി കണ്ണായ സ്ഥലത്ത്, എറണാകുളത്തെ കണ്ണായ സ്ഥലത്ത് 3 ഏക്കർ ഭൂമി ഫാറൂഖ് കോളേജിന് വേണ്ടി കൊടുത്തു. അങ്ങനെ അതും ഒരു വഖഫ് ഡീഡായിരുന്നു. അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എവിടെ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 112 ഏക്കർ ഭൂമി മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം വലിയ വാണിജ്യ പ്രമുഖനും വലിയ സമ്പന്നനുമായിരുന്നു. അദ്ദേഹം 112 ഏക്കർ ഭൂമി ഫാറൂഖ് കോളേജിന് വേണ്ടി കൊടുത്തു. അദ്ദേഹം അതിന് വില കണക്കാക്കിയത് 1 ലക്ഷം ഉറുപ്പികയായിരുന്നു. അതുപോലെ 1 ലക്ഷം ഉറുപ്പികയാണ് 404.76 ഏക്കർ ഭൂമിക്ക് സിദ്ദീഖ് സേട്ട് വില കണക്കാക്കിയത്. ഇങ്ങനെ ഓരോ ലക്ഷം വീതവും 10,000ങ്ങളും വില കണക്കാക്കി 5 ലക്ഷം ഉറുപ്പികയുടെ സ്വത്ത്
സമാഹരിച്ചതിന് ശേഷം ആ ഡീഡ് അതിൻ്റെ വാല്യൂ ആണ് മദ്രാസ് ഗവൺമെന്റിൽ ഈ കോളേജിന്റെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോളേജിന് അനുവാദം കിട്ടിയത്. ആ കോളേജാണ് ഫാറൂഖ് കോളേജ്. അവർക്ക് എങ്ങനെ അടിസ്ഥാനപരമായി ഈ കോളേജ് ഉണ്ടാക്കാൻ കാരണമായ അതിന് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട കൊടുത്ത ഈ ഭൂമി എങ്ങനെ വിൽക്കണമെന്ന് തോന്നി എന്നത് പരമപ്രധാനമാണ്. അങ്ങനെ വിൽക്കാൻ കഴിയുന്ന ഒരു ഭൂമിയല്ല അത്. ഈ വിൽപ്പനയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ 1962 ഫാറൂഖ് കോളേജ് എടുത്ത നിലപാട് അന്ന് 35/1962 OS ആയിക്കൊണ്ട് പറവൂർ കോടതിയിൽ അന്ന് ഫാറൂഖ് കോളേജ് സമർപ്പിച്ച ഒരു ഹർജിയുണ്ട്. ആ ഹർജിയിൽ പറയുന്നത് ഈ ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു, വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹർജി സമർപ്പിക്കുന്നത്. അപ്പോൾ അന്ന് ഫാറൂഖ് കോളേജിന്റെ നിലപാട് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അങ്ങനെ നൽകുന്നത്. പിന്നീടാണ് 1954 വഖഫ് നിയമം 64 ഭേദഗതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഭേദഗതിക്കകത്ത് പ്രധാനമായിട്ട് വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അനിവാര്യമായ സാഹചര്യങ്ങളിൽ വഖഫ് ഭൂമി വിൽപ്പന നടത്താം എന്നൊരു ക്ലോസ് ഇതിനകത്തേക്ക് വരികയാണ്. പക്ഷേ അത് നിർലോഭമായിട്ടുള്ളൊരു വിൽപ്പനയല്ല. രണ്ട് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ അതിലുണ്ട്. ഒന്ന്, വഖഫ് ബോർഡിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം എന്നതാണ്. മറ്റൊന്ന്, ഇതേ ലക്ഷ്യത്തിൽ തത്തുല്യമായ വിലക്കുള്ള മൂല്യമുള്ള മറ്റൊരു ഭൂമി വാങ്ങണം എന്നതാണ്. ഇപ്പോൾ ഫാറൂഖ് കോളേജിൻ്റെ കേസിൽ വിൽപ്പന നടത്തിയത് ഈ നിയമപ്രകാരമാണെങ്കിൽ തന്നെ, ഈ നിയമപ്രകാരം വിൽപ്പന നടത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ, അങ്ങനെ നമുക്ക് വാദത്തിന് അംഗീകരിച്ചാൽ തന്നെ ഈ രണ്ട് നിബന്ധനകളും പാലിക്കപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ആ വിൽപ്പനയുടെ സ്ഥിതി എന്താകും? ഒരിക്കലും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, 1964 അതിനുശേഷം 10-15 വർഷക്കാലമോ ഇത് സംബന്ധമായി യാതൊരു ചർച്ചയും നടന്നിട്ടുണ്ടായിരുന്നില്ല. 1962 ഇത് വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഫാറൂഖ് കോളേജ് പോകുന്നു. കോടതി ഫാറൂഖ് കോളേജിന് അനുകൂലമായി വിധി പറയുന്നു. അതിനെതിരായി അപ്പീൽ പോയ ആളുകൾ 1975 അവർക്കെതിരായി വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് വിധി വരുന്നു. ഇതിനിടയിൽ 1960 അവിടെ കയ്യേറ്റക്കാരായ ചില ആളുകൾ ആ പ്രദേശത്ത് വന്ന് കയ്യേറി താമസിച്ചപ്പോൾ ആ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭയിൽ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് ആവശ്യം ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പത്ത് കയ്യേറ്റക്കാരായ ആളുകളും ആ വഖഫ് ഭൂമിയുടെ ഉടമസ്ഥരായ അബു സബാഹ് മൗലവി, വളരെ പ്രധാനപ്പെട്ടയാളാണ് അദ്ദേഹം, അബു സബാഹ് മൗലവി ഉൾപ്പെടെയുള്ളവർ കയ്യേറ്റക്കാരുമായി സംഘർഷത്തിലേർപ്പെടുന്നു. ആ സംഘർഷം നടന്നപ്പോൾ കേരള പോലീസ് ആക്ഷൻ എടുക്കുന്നു കയ്യേറ്റക്കാർക്കെതിരായി. ഈ ആക്ഷനെതിരായി കേരള നിയമസഭയിൽ വലിയ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടു. അടിയന്തര പ്രമേയം വന്നു പോലീസ് ആക്ഷനെതിരായി. അടിയന്തര പ്രമേയം വന്നപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ PT ചാക്കോ നിയമസഭയിൽ കൃത്യമായി പറയുകയാണ്, ഈ ഭൂമി വഖഫാണ്, ഫാറൂഖ് കോളേജിൻ്റെതാണ്, അവിടെ കയ്യേറ്റം അനുവദിക്കില്ല. അത് 1960 പറഞ്ഞു. 61 മാർച്ച് 3 കേരള ഗസറ്റിൽ അത് വിജ്ഞാപനമായി പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തു. അന്നൊന്നും ഇത് വഖഫാണെന്നോ അല്ലെന്നോ അതല്ലെങ്കിൽ ഫാറൂഖ് കോളേജിൻ്റെതല്ലെന്നോ യാതൊരു വാദവും നിലവിലുണ്ടായിരുന്നില്ല. ഇതിനനുസൃതമായി കോടതികളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നത് ഫാറൂഖ് കോളേജ് മാനേജ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞു. താങ്കൾ ഈ പറഞ്ഞ 1964 വഖഫിൻ്റെ ഭേദഗതി നിയമം വന്നു. ഭേദഗതി വന്നത് വഖഫിന് പ്രയോജനപ്പെടാത്ത ഭൂമി പലയിടത്തും കിടക്കുന്നുണ്ടെങ്കിൽ ആ ഭൂമി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി തത്തുല്യമായ വിലക്കുള്ള ഭൂമി പ്രയോജനകരമായ മേഖലയിൽ വാങ്ങി എന്നതാണ് അതുകൊണ്ടുള്ളൂ. തീർച്ചയായിട്ടും വഖഫിനൊരു സപ്പോർട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു കാട്ടുമൂലയിൽ പ്രയോജനരഹിതമായി കിടക്കുന്ന ഒരു ഭൂമി വഖഫിനുണ്ടെങ്കിൽ അത് ആവശ്യക്കാരായ ആളുകൾക്ക് കൊടുക്കുകയും പകരം സമാനമായി വിലയിലുള്ള ഭൂമി വഖഫിന് ഗുണകരമാകുന്ന വിധം വാങ്ങുകയും വേണം എന്ന നിലയിലാണ് ആ ഭേദഗതി വന്നിട്ടുള്ളത്. ആ ഭേദഗതിയെ ദുരുപയോഗം ചെയ്തത് 64-ലോ 65-ലോ 70-ലോ ഒന്നുമല്ല, 1988 ആ കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഫാറൂഖ് കോളേജ് രൂപീകരിച്ച അതിനുവേണ്ടി ത്യാഗം ചെയ്ത ആളുകളുടെയൊക്കെ കാലം കഴിഞ്ഞു. പിന്നീട് വന്നത് പുത്തൻ മുതലാളിമാരാണ്. പുത്തൻ മുതലാളിമാർ ഈ അവസരം മുതലെടുക്കുകയും ഈ വഖഫ് ഭൂമി വിൽപ്പന നടത്താൻ ആ അവസരം അവർ ഉപയോഗപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു സെന്റിന് 45 ഉറുപ്പികക്ക് പോലും മുനമ്പത്തെ ഭൂമി വിറ്റിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരു സെന്റിന് 45 ഉറുപ്പിക, വെറും 45 ഉറുപ്പികക്ക്. 1988 എന്ന് പറയുന്നത് അധികകാലം മുമ്പൊന്നും അല്ലല്ലോ. 45 ഉറുപ്പികക്ക് മുനമ്പത്തെ ഭൂമി വിറ്റു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ഭൂമി
വിൽക്കാൻ ഏൽപ്പിക്കുന്നത് ഏതെങ്കിലും വഖഫുമായി ബന്ധമുള്ളയാളെയോ അല്ലെങ്കിൽ ഫാറൂഖ് കോളേജുമായി ബന്ധമുള്ളയാളെയോ അല്ല. അഡ്വക്കേറ്റ് പോൾ എന്ന് പറയുന്ന ഒരു വക്കീൽ, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് കൂടിയാണ്, വക്കീലുമാണ്, KPCCയുടെ സെക്രട്ടറിയുമാണ്. അഡ്വക്കേറ്റ് പോളിനെ ചുമതലപ്പെടുത്തുകയാണ് ഇത് വിൽക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കേസുകൾ നടത്താൻ വേണ്ടിയാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം കേസുകൾ നടത്തി അങ്ങനെ കൈവശം വരുന്ന ഭൂമി മുറിച്ചു വിറ്റത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ബിനാമികൾക്കും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കുമാണ് എന്നതാണ് അവിടെയാണ് ആദ്യത്തെ കൊള്ള നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായി 12ഓളം സ്ഥാപനങ്ങൾ അഡ്വക്കേറ്റ് പോളിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കളുടെ കൈവശം ഉൾപ്പെടെ 12ഓളം സ്ഥാപനങ്ങൾ ഇപ്പോഴും ഈ വഖഫ് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെ വിൽക്കാൻ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വിറ്റത് 500 ഉറുപ്പികക്കാണത്രേ ഒരു സെന്റിന്. അങ്ങനെ വാങ്ങിയ ഭൂമിയിലാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്. എന്തുകൊണ്ടായിരിക്കും അന്ന് ഇത്രയും വലിയൊരു വിൽപ്പന നടന്നിട്ടും അതിനെതിരെ ആ കാലത്ത് ഒരു മറുശബ്ദം ഇല്ലാതെ പോയത്? യഥാർത്ഥത്തിൽ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്നത് വളരെ രഹസ്യമായി നേരത്തെ സാമുദായിക താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലബാറിലെ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിദ്യാഭ്യാസ പരമായ ഉന്നതി ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ 80കളുടെ തുടക്കം മുതൽ ആ ഫാറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സ്വാർത്ഥ താല്പര്യക്കാരും അതുപോലെ ഇത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സമ്പന്ന മുതലാളിമാരുമായ ഒരു വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് അത് മാറ്റപ്പെടുകയാണ്. പൊതു മുസ്ലിം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ നിന്നും അത് മുതലാളിമാരുടെ ശ്രദ്ധയിലേക്കും അവരുടെ കൈകളിലേക്കും അത് മാറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഇക്കാര്യങ്ങളെല്ലാം വളരെ ഹിഡനായി വളരെ രഹസ്യമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നോ വിൽപ്പന നടക്കുന്നുവെന്നോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും വിട്ടിട്ടുണ്ടെന്നോ പുറം ലോകം അറിയുന്ന ഒരു സാഹചര്യമേ ഉണ്ടായില്ല. ലോകമറിയാതെ അതവർ രഹസ്യമായി കൈകാര്യം ചെയ്തു എന്നതാണ് അതിൻ്റെ സത്യം. ഇവിടെ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ നേരത്തെ പരാമർശിച്ചു. നിസാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 30ഓളം സ്ഥലങ്ങളിൽ വഖഫ് അന്യാധീനം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് 23 എങ്ങാണ്ടാണ് സ്ഥലങ്ങളിൽ വഖഫ് അന്യാധീനം കണ്ടെത്തിയിട്ടുണ്ട് നിസാർ കമ്മിറ്റി. ഈ സ്ഥലങ്ങളും ഈ മുനമ്പം പ്രശ്നവും തമ്മിൽ, ഈ മുനമ്പം പ്രശ്നം ഇപ്പോൾ നടക്കുമ്പോൾ ഈ സ്ഥലങ്ങളെ കൂടി വലിയ തോതിൽ ബാധിക്കില്ലേ? എന്തായിരിക്കും അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്? തീർച്ചയായിട്ടും ജസ്റ്റിസ് നിസാർ കമ്മീഷനാണ് ഈ സംഭവം ആദ്യമായി, ഇത് മാത്രമല്ല വേറെ പല സംഭവങ്ങളും ആദ്യമായി പുറത്തു കൊണ്ടുവന്നത്. ജസ്റ്റിസ് നിസാർ അന്വേഷിക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. 2007 ജസ്റ്റിസ് നിസാർ കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നത്. UPA ഗവൺമെൻറ് സച്ചാർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പതിതാവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് സച്ചാർ കമ്മിറ്റി ശ്രമം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ ശരിക്കും പഠിക്കുന്നതിന് വേണ്ടി സച്ചാർ കമ്മിറ്റി ശുപാർശകൾ കേരളത്തിൽ നടപ്പാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പാലോളി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. പാലോളി മുഹമ്മദ് കുട്ടി ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി. ആ കമ്മിറ്റി ഈ നിസാർ കമ്മീഷനെ വെച്ചു എങ്ങനെയാണ് കേരളത്തിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിനും അന്യാധീനപ്പെട്ട ഭൂമികൾ എത്രത്തോളം ഉണ്ട്, അത് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുമാണ് നിസാർ കമ്മീഷൻ ചുമതലപ്പെട്ടത്. 2007 അന്വേഷണം ആരംഭിച്ചു. 2009 റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. ആ റിപ്പോർട്ടിനകത്ത് ഏതാണ്ട് 30ഓളം വലിയ പ്രോപ്പർട്ടികൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതലേ കേരളത്തിലെ വലിയ ഒരു മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം ഈ റിപ്പോർട്ടിനെതിരായി ഈ റിപ്പോർട്ട് പ്രബലമല്ല എന്ന് പറയുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ മുനമ്പം ഭൂമി വഖഫ് അല്ല എന്ന അർത്ഥത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ നിസാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള സുപ്രധാനമായ ഒരു കാര്യം. മുനമ്പം വഖഫ് ഭൂമി ഒഴികെ മറ്റ് ധാരാളക്കണക്കിന് ഭൂമികൾ കയ്യേറ്റം ചെയ്യപ്പെട്ടു പോയിട്ടുള്ളത് ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതൃനിരയിലുള്ള ആളുകളുടെ കൈകൾ കൊണ്ടാണ് അത് കയ്യേറപ്പെട്ടിട്ടുള്ളത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്വാഭാവികമായും നിസാർ കമ്മീഷൻ അംഗീകരിക്കപ്പെടുകയും നിസാറിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ഈ കയ്യേറ്റം നടത്തിയിട്ടുള്ള ആ പാർട്ടിയുടെ പ്രമുഖരായ ആളുകളുണ്ടല്ലോ, അവരുൾപ്പെടെയുള്ളവർ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ആ സാഹചര്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകൾ ഈ തരത്തിൽ കയ്യേറ്റക്കാരാണ് എന്ന് വരുന്ന ഒരു സ്ഥിതി വരും. ജസ്റ്റിസ് നിസാർ കമ്മീഷൻ യുക്തിസഹമല്ല കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വരുത്തേണ്ടത്
അവരുടെ ആവശ്യമാണ്, യുക്തിസഹമാണ് എന്ന് കണ്ടെത്തപ്പെട്ടാൽ ഇവർ കൂടി ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തൽ ശരിയല്ല എന്ന അർത്ഥത്തിൽ ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. ഇവിടെ മുസ്ലിം ലീഗ് മാത്രമല്ല, കോൺഗ്രസിനകത്ത് നിന്നും ഇത് വഖഫ് ഭൂമിയല്ല എന്ന വാദം വരുന്നുണ്ട്. ഇപ്പം മുസ്ലിം ലീഗിനകത്ത് തന്നെ രണ്ട് പക്ഷമുണ്ട്. മുസ്ലിം ലീഗിനകത്ത് ഇപ്പം കെ എം ഷാജി അടക്കമുള്ള ആളുകൾ വഖഫ് ഭൂമിയാണ് എന്ന് പറയുമ്പോൾ, ഇ.ടി. ബഷീർ അടക്കമുള്ള ആളുകൾ വഖഫ് ഭൂമിയാണെന്ന് പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് വിരുദ്ധമായ അഭിപ്രായമാണുള്ളത്. സാദിഖ് അലി തങ്ങളാണെങ്കിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ ഈ വിലയിരുത്തലുകൾ വരുന്നത്? എന്തടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നത്? തീർച്ചയായിട്ടും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ വി ഡി സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഒക്ടോബർ മാസം 3-ാം തീയതി ആ വഖഫ് ഭൂമിയിൽ സമരം നടത്തുന്ന സമരക്കാർക്ക്, സമരം നടത്തുന്നത് 12ഓളം വരുന്ന റിസോർട്ടിൻ്റെ ഉടമസ്ഥന്മാർക്ക് നോട്ടീസ് കിട്ടിയതിന് ശേഷമാണ് അവർ സമരരംഗത്തിറങ്ങിയത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അവർ സമരരംഗത്തിറങ്ങിയത് അവർ നേരിട്ടല്ല, അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മനുഷ്യ പരിചയാക്കിക്കൊണ്ട് അതിൻ്റെ പുറകിൽ ഈ റിസോർട്ട് മാഫിയ സ്പോൺസർ ചെയ്യുന്ന സമരമാണ്. ആ സമരമുഖത്താണ് വി ഡി സതീശൻ ചെന്നുകൊണ്ട് ഇവിടെ നിങ്ങളെ ആരും ഇറക്കി വിടില്ല, ഇത് വഖഫ് ഭൂമി അല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, നിങ്ങളെ ഇറക്കി വിടില്ല, ഇത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം സമുദായ നേതാക്കളും എനിക്കുറപ്പ് തന്നിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ അവിടെ വെച്ച് പറഞ്ഞു. ഏത് സമുദായ നേതാക്കളാണ് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തത് എന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഒരു തവണ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത മണ്ഡലത്തിലെ ഒരു സമര വേദി സന്ദർശിക്കുക എന്നത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി പൊതുസമൂഹം കാണുന്ന ഒരു ഘട്ടം വരുമ്പോൾ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കണം? അവിടെ അദ്ദേഹം പക്ഷേ 2-ാം തവണയും പോകുന്നു. 2-ാം തവണ പോയിട്ട് അദ്ദേഹം ഇതേ കാര്യം ആവർത്തിക്കുകയാണ്, നിങ്ങളെ ആരും ഇറക്കി വിടില്ല, ഇത് വഖഫ് ഭൂമിയല്ല. ഇക്കഴിഞ്ഞ ദിവസം 3-ാം ദിവസവും അദ്ദേഹം അവിടെ പോയി ഇത് വഖഫ് ഭൂമി അല്ല. അപ്പോഴത്തേക്കും മുസ്ലിം സംഘടനകളിൽ പല മുസ്ലിം സംഘടനകളും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വി ഡി സതീശൻ അവിടെ പോയി തൻ്റെ ഈ നിലപാട് ആവർത്തിക്കാനുണ്ടായത്. ഇതൊക്കെ കാണുമ്പോഴാണ് പൊതുവേ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളായ ഈ റിസോർട്ടുകളാവട്ടെ, അതുപോലെ തന്നെ ബാറുകളാവട്ടെ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളാവട്ടെ, ഈ ഹോട്ടലുകളും ബാറുകളും റിസോർട്ടുകളും എല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമികളാൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളാണ് എന്ന ഒരു ചർച്ച അവിടെയുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും ആദ്യഘട്ടത്തിൽ ഇത് വഖഫല്ല എന്ന നിലപാടെടുത്തു എന്നാണ് അവരുടെ പല ചർച്ചകളും പല സംസാരങ്ങളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കെ എം ഷാജി ഇത് വഖഫാണ് എന്ന് പറയുന്നത്. ഉടൻ കുഞ്ഞാലിക്കുട്ടി തിരുത്തുന്നു, മുനമ്പത്തെ ഭൂമി എന്താണ് എന്ന് പറയുന്നുണ്ടത് ഷാജി അല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ആ നിലപാടെടുക്കേണ്ടത് എന്ന് പറയുന്നു. തൊട്ടു പിറ്റേ ദിവസം ഇ.ടി. മുഹമ്മദ് ബഷീർ പറയുന്നത് മുനമ്പം ഭൂമി വഖഫാണ് എന്നാണ്. ഇപ്പം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരും പൊതു അഭിപ്രായം ഇക്കാര്യത്തിൽ പറയേണ്ടതില്ല, സാദിഖ് അലി സർക്കാർ തീരുമാനിക്കട്ടെ. സാദിഖ് അലി തങ്ങൾ പറഞ്ഞതാണ് ലീഗിൻ്റെ നിലപാട് എങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്? പത്രക്കാർ ചോദിച്ചപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് മുനമ്പവുമായി ബന്ധപ്പെട്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാവാൻ പാടില്ല. വളരെ കൃത്യമായൊരു നിലപാടാണത്. രണ്ടാമത്തെ നിലപാട് അദ്ദേഹം പറഞ്ഞത് മുനമ്പവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആരെയും കുടിയൊഴിപ്പിക്കരുത്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മുനമ്പവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. ഈ ഭൂമി വഖഫാണോ അല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിലും സംഘർഷം രൂപപ്പെട്ടു വരുന്ന കാലത്തുമൊക്കെ മതസംഘടനകൾക്കും ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. തീർച്ചയായും ഈ മതസംഘടനകൾ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും മതസംഘടനകൾക്ക് വലിയ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ അവർ വഖഫുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായ ഫിഖ്ഹി ഗ്രന്ഥങ്ങളുടെയും അതുപോലെ വിശ്വാസ പ്രമാണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ, രാജ്യത്തെ നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ്
ഇത് നിലനിൽക്കേണ്ടത് വഖഫായാണോ അല്ലേ എന്ന് ആ അർത്ഥത്തിലുള്ള പരിശോധനയാണ് അവർ നടത്തേണ്ടിയിരുന്നത്. അത് പരിശോധിച്ച് അവർക്ക് പുറത്തു പറയുകയും ചെയ്യാമായിരുന്നു. അതോടൊപ്പം അവർ നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യത്ത് സമാധാന ലംഘനമുണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അനുവദിക്കരുത് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇരു വിഭാഗങ്ങളെയും അല്ലെങ്കിൽ 3 വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒരൊറ്റയാൾ മാത്രമാണ്, ഒരൊറ്റ പ്രസ്ഥാനം മാത്രമാണ് ആശാവഹമായ ഒരു നടപടിയെങ്കിലും കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. SYSൻ്റെ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി സാഹിബ്, അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയിട്ടുള്ള മാനവ സഞ്ചാരം വളരെ പ്രധാനമാണ് ഇക്കാര്യത്തിൽ. ഇങ്ങനെ മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ രൂപപ്പെട്ട് വരികയും സംഘർഷാന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്യുന്ന കാലത്ത് സ്വാമിമാരെയും പള്ളി വികാരിമാരെയും ഇസ്ലാമിക പണ്ഡിതന്മാരെയും രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക നേതൃത്വത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരേ നിലയിൽ കണ്ണി ചേർത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള വ്യാപകമായി വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ആ സന്ദേശം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഏക പ്രസ്ഥാനം, ഏക വ്യക്തി, ഏക നേതാവ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയും SYSുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റു വിഭാഗങ്ങൾക്ക് കൂടി അത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. അവരത് ഏറ്റെടുക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ വഖഫ് ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും ഈ 2 വിഭാഗങ്ങളാണ് ഇതിനകത്ത് ഒരു തീർപ്പിലെത്തേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിൽ ഏറ്റവും ആധികാരികമായിട്ട് ഇതിൽ തീർപ്പ് തീരുമാനിക്കേണ്ടത്. ഈ സംസ്ഥാന ഗവൺമെൻറ്റും വഖഫ് ബോർഡും എടുക്കുന്ന ഇപ്പം നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അങ്ങനെയാണ് കാണുന്നത്. ആശാവഹമാണോ? തീർച്ചയായിട്ടും വളരെ ആശാവഹമായ, വളരെ പോസിറ്റീവായ ഒരു നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. കാരണം എന്തെന്നാൽ നേരത്തെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലത്തൊക്കെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അതെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലഘട്ടമാണ്. ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ശ്രീ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ കമ്മീഷനാക്കിക്കൊണ്ട് ഒരു കമ്മീഷൻ, ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപിക്കുകയായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ്. ആ ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും നീതിയുക്തമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നതാണ് അവരുടെ താല്പര്യം. നമുക്ക് വേണമെങ്കിൽ മുസ്ലിം ലീഗ് ഈ വഖഫ് അല്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതുപോലെ തന്നെ ഫാറൂഖ് കോളേജ് ഇത് വഖഫല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വഖഫ് അല്ല എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ ആരും ഇത് വഖഫാണ് എന്ന് പറയാത്ത, ഞങ്ങളെപ്പോലെ ചുരുക്കം ചില ആളുകൾ ഒഴികെ മറ്റാരും ഇത് വഖഫ് ആണ് എന്ന് പറയാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അക്കാലത്ത് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ ബഹുജന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന നിലയിൽ ഒരു നിലപാടിലേക്ക് പോകാമായിരുന്നു. ഗവൺമെൻറ് അങ്ങനെ പോയിട്ടില്ല. ഗവൺമെൻറ് പറഞ്ഞത് നീതിയുക്തമായ തീരുമാനം, അവർ എത്ര മൈനോറിറ്റി ആണെങ്കിൽ പോലും നീതിയുക്തമായ ഒരു തീരുമാനമാണ് ഉണ്ടാവേണ്ടത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ട് നിയമപരമായും അതുപോലെ തന്നെ നീതിയുടെ അടിസ്ഥാനത്തിലും രേഖകൾ പരിശോധിച്ചും അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കും. ആ റിപ്പോർട്ട്, ഈ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് ആ റിപ്പോർട്ടിനകത്തുണ്ടാകും. ആവശ്യമെങ്കിൽ ഗവൺമെൻറ്റിന് ആ റിപ്പോർട്ടിലെ പ്രപ്പോസലുകൾ നടപ്പാക്കാവുന്നതാണ്. ഇത്തരം കമ്മീഷൻ റിപ്പോർട്ടുകൾ നിർബന്ധമായും നടപ്പാക്കേണ്ടതാണ് എന്ന യാതൊരു സാഹചര്യവും ഇല്ല. ഇത്തരം റിപ്പോർട്ടുകൾ പരിശോധിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ലാത്ത വിധം ആ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിക്കാവുന്നതുമാണ്. വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു സാഹചര്യമാണിത് ഗവൺമെൻറ് എടുത്ത ഇത്തരത്തിലുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ ഇപ്പം വഖഫ് ബില്ല് കൂടി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയമാണ്. ഒന്നുകിൽ ഈ സമ്മേളനത്തിൽ തന്നെ വഖഫ് ബില്ല് കൊണ്ടുവരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ സമയത്തു കൂടിയാണല്ലോ മുനമ്പം വിഷയം വലിയ തോതിൽ കത്തിച്ചു നിർത്താൻ പലരും ശ്രമിക്കുന്നത്. ഇത് വഖഫ് ബില്ലിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നൊരു ഹിഡൻ അജണ്ട ഇത്തരം സമരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നവരുടെയൊക്കെ പിന്നിലുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഇതിനകത്ത് BJPയുടെ ദേശീയ നേതൃത്വത്തിലുള്ള ആളുകൾ പോലും പലരും മുനമ്പത്ത് സന്ദർശിക്കുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ വഖഫ് ബില്ലെങ്ങാനും നടപ്പാക്കി കിട്ടിയാൽ മുനമ്പത്തുകാർക്ക് ആ ഭൂമി കിട്ടും എന്നാണ് BJPയുടെ ഇപ്പോൾ ഉള്ള ഒരു പ്രഖ്യാപനം. യഥാർത്ഥത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഈ പുകമറ സൃഷ്ടിക്കുന്നതിൽ കവിഞ്ഞ് മുനമ്പം ഭൂമി ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ വരുന്ന വഖഫ് ബില്ല് പാസ്സാക്കപ്പെട്ടാൽ പോലും
മുനമ്പം അല്ലാതായി മാറുന്നില്ല, വഖഫല്ലാതായി മാറുന്നില്ല എന്ന് മാത്രമല്ല, അത് പാസ്സാക്കപ്പെട്ടാൽ പോലും മുനമ്പത്തെ ഭൂമി അവിടുത്തെ താമസക്കാർക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് ഗിഫ്റ്റ് ഡീഡാണ് എന്ന് ഫാറൂഖ് കോളേജ് പറയുന്നു. ഫാറൂഖ് കോളേജിൻ്റെതാണ് ഭൂമി എന്ന് രേഖകളെല്ലാം ഉണ്ട്. വഖഫാണോ അല്ലേ എന്നത് മാത്രമാണല്ലോ വിവാദം. ഇത് വഖഫാണെങ്കിൽ പോലും അവിടുത്തെ ഗിഫ്റ്റ് ഡീഡ് പ്രകാരമാണ് ഈ ഭൂമി വിഭജിക്കുന്നതെങ്കിൽ അത് വഖഫല്ലല്ലോ. വഖഫല്ലാത്ത ഭൂമി എങ്ങനെയാണ് കയ്യേറ്റക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്? വഖഫല്ലാത്തത് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്, അത് കയ്യേറ്റക്കാർക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഇതൊക്കെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പുകമറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് പാർലമെൻറ്റിൽ വന്ന വഖഫ് ബില്ലിനെ ന്യായീകരിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇതിനകത്ത് ഒരു തീർപ്പുണ്ടാവുകയാണ്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന നില വന്നാൽ ഈ 404 ഏക്കറിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവരെ കുടിയൊഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ കുടിയൊഴിപ്പിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നത്, പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നത് കുടിയൊഴിപ്പിക്കില്ല എന്ന ഉറപ്പാണ് നൽകുന്നത്. ഒരു വഖഫ് ഭൂമിയാണ് എന്ന് വന്നാൽ ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അതിനെ ഏത് രീതിയിലാണ് പിന്നീട് കൈകാര്യം ചെയ്യാൻ കഴിയുക? ഒന്ന് പ്രധാനമായി 600 ചില്ലാനും കുടുംബങ്ങൾ താമസിക്കുന്നു എന്നത് എത്രത്തോളം വസ്തുതാപരമാണ് എന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം 600 ചില്ലാനും കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നവരല്ല. അവിടെ പേയിങ് ഗസ്റ്റുകളായി വീടുകളിൽ താമസിക്കാൻ ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ആ സ്ഥാപനങ്ങളെ, അത്തരം വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളെ താമസിക്കുന്ന വീടുകൾ എന്ന വ്യാജേനെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റിസോർട്ട് മാഫിയകളുടെ നടപടിയാണത്. ഏതാണ്ട് 200-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് മത്സ്യത്തൊഴിലാളികളായി അവിടെ താമസിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവർ പോലും 4 സെൻറ്റുകളിലും 5 സെൻറ്റിലുമൊക്കെയായി ചെറിയ കൂരകളിലും ചെറിയ ചെറിയ വീടുകളിലുമായാണ് താമസിക്കുന്നത്. വീടും ഭൂമിയുമില്ലാത്ത ആളുകളെ അധിവസിപ്പിക്കാൻ വഖഫിനകത്തുള്ള നിയമപരമായ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് മുൻകൈയെടുത്ത് അവരെ കുടിയൊഴിപ്പിക്കാതെ, എന്നാൽ കയ്യേറ്റക്കാരെയും റിസോർട്ട് മാഫിയയും അവിടുത്തെ ലഹരി മാഫിയയും ബാർ മുതലാളിമാരെയും ഉൾപ്പെടെയുള്ളവരെ ആ ഭൂമിയിൽ നിന്നും മാറ്റി നിർത്തി ആ ഭൂമിയും അവിടുത്തെ താമസക്കാരെയും വഖഫിന്റെ താല്പര്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ എന്ന് വരുമ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടായാൽ പോലും അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ ഇത് ബാധിക്കുന്നില്ല. ഒരിക്കലും മാഫിയക്ക് മാത്രമാണ് ഇത് ഭീഷണിയായി നിൽക്കുന്നത്. അവിടുത്തെ കച്ചവട മുതലാളിമാർക്ക് മാത്രമാണ് ഭീഷണിയാകുന്നത്. അതുകൊണ്ടാണ് ആ സമരപ്പന്തലിൽ 10-20 പേര് മാത്രമാണല്ലോ ഉള്ളത്. 600ഓളം കുടികടപ്പുകാർ, സാധാരണക്കാർ, അവർ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ് എന്ന നിലയിലാണ്, അവരുടെ ഭീമാകാരമായ സമരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് 10, 15, 20 ആളിൽ ആ സമരം ചുരുങ്ങിപ്പോകുന്നത്? 12ഓളം റിസോർട്ടുകൾ, നോട്ടീസ് ലഭിച്ചിട്ടുള്ള റിസോർട്ടുകൾ, അവർ സ്പോൺസർ ചെയ്യുന്ന ചുരുക്കം ചില ആളുകളുടെ സമരം, ആ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന സംഘുപരിവാറിൻ്റെയും അവിടുത്തെ രഹസ്യ ഇൻവെസ്റ്റേഴ്സിൻ്റെയും താല്പര്യമാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പം 27-ന് വഖഫ് ട്രൈബ്യൂണലിൽ ഫറൂഖ് കോളേജിൻ്റെ ഹർജി എത്തുകയാണ്. ആ ഹർജിയിൽ വഖഫ് ട്രൈബ്യൂണൽ 27-ന് വിധി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷാ നിർഭരമായൊരു വിധി ഉണ്ടാകുമെന്ന് കരുതാമോ? തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷാ നിർഭരമായ വിധി തന്നെയാണ് ഉണ്ടാവുക. കാരണം എന്തെന്നാൽ വഖഫാണ് എന്ന് കേരള ഹൈക്കോടതിയും പറവൂർ സബ് കോടതിയും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഭൂമിയാണിത്. വഖഫാണ് എന്ന കാര്യത്തിൽ എല്ലാ രേഖകളും, വഖഫ് ട്രിബ്യൂണൽ ഒരു കോടതിയാണല്ലോ, കോടതിക്ക് മുമ്പിൽ രേഖകളാണ് സംസാരിക്കേണ്ടത്. വഖഫാണ് എന്ന നിലയിലുള്ള എല്ലാ രേഖകളും കോടതിക്ക് മുമ്പിലുണ്ട്. മേൽക്കോടതികൾ ഉൾപ്പെടെ, കേരള ഹൈക്കോടതിക്ക് കീഴിലാണ് വഖഫ് ട്രിബ്യൂണൽ വരുന്നത്. മേൽക്കോടതികൾക്ക് ഉൾപ്പെടെ നേരത്തെ ഇത് വഖഫാണ് എന്ന് നിയമപരമായി വിധി പറഞ്ഞിട്ടുള്ളതുമാണ്. മാത്രമല്ല ജസ്റ്റിസ് നിസാർ കമ്മീഷൻ്റെ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിസാർ കമ്മീഷൻ റിപ്പോർട്ടും ഈ കോടതിക്ക് മുമ്പിലുണ്ട്. സ്വാഭാവികമായും വഖഫിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ട്രിബ്യൂണൽ എന്ന നിലയിൽ മറിച്ചൊരു വിധി വരാനുള്ള ഒരു സാധ്യതയും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നതെങ്കിൽ. ഓക്കെ, താങ്ക് യു ഇത്രയും സമയം നമ്മളോടൊപ്പം സഹകരിച്ചതിന്. waytonikah.com, the exclusive Muslim matrimonial site.